എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മദ്യവിമോചന മഹാസഖ്യം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായ ശ്രീ എ ജോസഫ് സാറിന്റെ അഭിമുഖത്തിന്റെ അവസാന ഭാഗമാണിത്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. മദ്യനിരോധനം സംഘടന എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് സംഘടനയുടെ പദ്ധതി? എവിടെങ്കിലും സമർപ്പിക്കേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വളരെ നല്ല ചോദ്യമാണ്. ആരും ഇതുവരെ ചോദിച്ചിട്ടില്ലാത്തൊരു ചോദ്യമാണ്. ആരും അങ്ങനെ ആലോചിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഒരുപാട് മദ്യനിരോധന വിരുദ്ധ സംഘടനകളുണ്ട്. അവരോട് ഈ ചോദ്യം ചോദിച്ചു നോക്കുക, നിങ്ങൾ ഇത് എങ്ങനെ നടപ്പാക്കണം എന്ന് നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് വല്ല പദ്ധതി ഉണ്ടോ, പ്ലാൻ ഉണ്ടോ? പ്രസംഗം കുറെ പറയാൻ പറ്റും. ഞങ്ങള് ഇപ്പൊ നേരത്തെ ഞങ്ങൾ സംഘടിച്ച കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഞങ്ങള് കൃത്യമായ പദ്ധതി മാസങ്ങളെടുത്ത് ചർച്ച ചെയ്ത് ഞങ്ങളുടെ മദ്യവിമോചന മഹാസഖ്യത്തിന്റെ വിവിധ തട്ടിലും തലങ്ങളിലൊക്കെ ചർച്ച ചെയ്ത് ഒരു കൃത്യമായൊരു പദ്ധതി ഉണ്ടാക്കി പ്രതിപക്ഷ നേതാവിന് ഞങ്ങൾ അത് സമർപ്പിച്ചു. അതിൽ ഞങ്ങൾ മുഖ്യമായി വെക്കുന്ന കാര്യം, മദ്യനിരോധനം ഒറ്റയടിക്ക് നടപ്പാക്കരുത്. ഇത് മറ്റ് മദ്യനിരോധന സമിതികൾ ചിലപ്പോൾ സമ്മതിച്ചില്ലെന്ന് വരും. പക്ഷെ പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ ഒറ്റയടിക്ക് മദ്യനിരോധനം വന്നാൽ ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. സാമ്പത്തിക വരുമാനം പെട്ടെന്ന് ഇല്ലാണ്ടാവുന്നത് ഒരു ഷോക്ക് തന്നെയാണ്. ഇത് പെട്ടെന്ന് കിട്ടാതെ വരുമ്പോൾ അതുവരെ ഉപയോഗിച്ചിരുന്ന ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാനുള്ള അവരുടെ ത്വര അനുസരിച്ച് ഈ സാധനം കിട്ടാതെ വരുമ്പോൾ അവർ മോശമായ മാർഗങ്ങൾ സ്വീകരിക്കും. അത് മറ്റു വിധത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാക്കിയേക്കാം. സർക്കാർ നോക്കുന്നത് പറയാനൊന്നും അത്ര പ്രാക്ടിക്കൽ അല്ല. ഈ രണ്ട് കാര്യമാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനെന്ത് വേണമെന്ന് വെച്ചാൽ, ഇപ്പോ ലഹരി വസ്തുക്കൾ മദ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അവരൊരു ഡോക്ടറെ കാണാം. ഡോക്ടർ പറയാണ് ഇയാൾ മദ്യപിക്കുന്ന ആളാണ്, ഇയാൾക്ക് ദിവസം മദ്യം കുടിക്കണം, അതുകൊണ്ട് ഇത്ര അളവ് വരെ അയാൾ കുടിക്കാവുന്ന ഒരാളാണ്. ഡോക്ടർ ഒരു സാധനം എഴുതി കൊടുക്കും. ആ കടലാസ് കൊണ്ടുപോയാൽ ഒരു ലൈസൻസ് കിട്ടണം. ഞങ്ങൾ ആ പദ്ധതി അങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു ലൈസൻസ് കൊടുക്കണം. അതനുസരിച്ച് ഒരു പെർമിഷന്റെ അടിസ്ഥാനത്തിൽ അവർ ഈ മദ്യശാലകളിൽ നിന്ന് ഒരു ദിവസം അവന് കിട്ടാവുന്ന മദ്യം, അങ്ങനെ സകല ആളുകൾക്കും ഇപ്പൊ കുടിക്കുന്ന മുഴുവൻ ആളുകൾക്കും മദ്യം കിട്ടും എന്നുള്ളത് കൊണ്ട് വരുമാനം പെട്ടെന്ന് സർക്കാരിന് ഇല്ലാണ്ടാവുന്നില്ല. ആളുകൾ മറ്റ് സാധനങ്ങൾ ഉണ്ടാക്കാനോ ഉപയോഗിക്കാനോ പോകുന്നില്ല. അപ്പൊ ആ നിലയ്ക്ക് സർക്കാരിന് അല്ലെങ്കിൽ നാടിന് ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. പക്ഷേ ഓരോ വർഷം ചെല്ലും തോറും ഇതിന്റെ അളവ് കുറച്ച് 5 വർഷം കൊണ്ട് കേരളത്തിൽ മദ്യനിരോധനം പൂർത്തിയാവണം. അതായത് ഒരു സർക്കാരിന്റെ കാലത്ത് തന്നെ അത് ആരംഭിക്കുകയും ആ സർക്കാരിന്റെ കാലാവധി കഴിയുമ്പോഴേക്കും മദ്യനിരോധനം പൂർണ്ണമാവുകയും വേണം. മറ്റ് സർക്കാർ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ സർക്കാർ അവിടെ ചെന്ന് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ തന്നെയാവും. ഇനി വരാൻ പോകുന്ന സർക്കാർ മദ്യനിരോധനം നടപ്പാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയായിരിക്കണം. ഇലക്ഷന് വോട്ട് ജയിക്കാനോ വേണ്ടി ആയിരിക്കരുത്. നാട് നന്നാക്കണം, ജനങ്ങളെ രക്ഷിക്കണം എന്ന് വെച്ചായിരിക്കണം നടപ്പാക്കേണ്ടത്. മദ്യശാലകൾ അടയ്ക്കാൻ ഞങ്ങൾ പറയില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, മദ്യശാലകൾ അടച്ചാൽ ബാക്കിയുള്ള മദ്യശാലയ്ക്ക് എല്ലാ കുടിമാരെത്തും. അങ്ങനെ ഓരോ പ്രാവശ്യം അടച്ച് പോയാൽ അവസാനത്തെ മദ്യശാല വരുമ്പോഴേക്കും കേരളം മുഴുവൻ അവിടെ എത്തും. അത് ഭയങ്കര ഭാരമായിരിക്കും. ഈ ജനങ്ങൾ തന്നെ പറയും ഇത് ഈ നിരോധനം വേണ്ടിയിരുന്നില്ല. എല്ലാ മദ്യശാലകളും അതേപോലെ നിന്നോട്ടെ. അവിടെ അളവ് കുറഞ്ഞു വരാണ് വേണ്ടത്. അപ്പൊ അളവ് കുറച്ച് വരും. ആൾക്കാർക്ക് മദ്യം കിട്ടാതെ വേണ്ടാത്തൊരു സ്ഥിതി. അതേസമയം തന്നെ ചികിത്സാ കേന്ദ്രങ്ങൾ, ശരിക്കും പറഞ്ഞാൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിന് ഈ അടിമത്തം ഉണ്ടായ ആ ലോകത്തിന് ചികിത്സയില്ല. ലോകത്ത് ഒരു സ്ഥലത്തും ചികിത്സയില്ല. ചികിത്സയുണ്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിനുണ്ട് ധരിക്കുമ്പോൾ കുടി കൂടാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ പോയി ചികിത്സിക്കാലോ എന്ന് വിചാരിച്ച് കുടി കൂടാണ്. കൗൺസിലിംഗ് നടത്താം. ഈ കൗൺസിലിംഗ് കേന്ദ്രങ്ങളാണ്. അപ്പൊ അത് കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ കേരളത്തിൽ എല്ലായിടത്തും തുടങ്ങിയോട്ടെ. ലഹരിക്ക് ചികിത്സയില്ല എന്നുള്ള കാര്യം സർക്കാർ പബ്ലിസിറ്റി കൊടുക്കണം. പകരം നമ്മൾ ഒരു കൗൺസിലിംഗ് കൊടുക്കും. ആ ഉപയോഗിക്കുന്ന ആളുകളെ പിന്തിരിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അളവ് കുറയ്ക്കും. ഈ രീതിയിലുള്ള മെത്തേഡ് ഉണ്ടായിരിക്കണം. വ്യാപകമായ പ്രചരണം കൊടുക്കണം. ഞങ്ങൾ ഗുജറാത്ത് സന്ദർശിച്ചാണ് ഈ മദ്യവിമോചന മഹാസഖ്യത്തിന്റെ 4 നേതാക്കള് 7 ദിവസത്തെ യാത്ര നടത്തി 4 ജില്ലകളിൽ പോയി. അവിടുത്തെ കളക്ടറേറ്റുകള്, തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ, തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, അങ്ങനെ വിവിധ മേഖലയിലുള്ള ആളുകളുടെ അടുത്തേക്ക് ഞങ്ങൾ പോയി അന്വേഷിച്ചു. ഞങ്ങൾ അന്വേഷിക്കാൻ കാരണം എന്താ വെച്ചാല്, മദ്യം നിരോധിക്കുന്ന കാര്യമില്ല. ആൾക്കാർ ഇഷ്ടം പോലെ കുടിക്കും. ഈ ഗുജറാത്തിലൊക്കെ നിരോധിച്ചു എന്ന് പറഞ്ഞാലും അവിടുത്തെ എല്ലാ ഷോപ്പിലും മദ്യം കിട്ടും എന്നാണ് ഇവിടെ വരുന്ന ആൾക്കാർ പറയുന്നത്. പ്രത്യേകിച്ച് മലയാളികൾ, അവിടെയുള്ള മലയാളികൾ ഇവിടെ വന്നാൽ പറയുന്നത് അവിടെ ഇഷ്ടം പോലെ കിട്ടും. അവിടെ 65 കൊല്ലമായിട്ട് മദ്യം നിരോധനമാണ്. മൊറാർജി ദേശായിയുടെ കാലത്ത് ഉണ്ടായതാണ്. അന്ന് തൊട്ടേ അവിടെ മദ്യം നിരോധിക്കപ്പെട്ട ഒരു സ്ഥലം. അവിടെ ചെന്നപ്പോ അവിടുത്തെ ആളുകളൊക്കെ പറഞ്ഞത്, ഞങ്ങൾ കിട്ടുമെന്നുള്ള പോലെയാണ് ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തും സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന ഷോപ്പുകളിലായാലും ഞങ്ങൾ ചോദിക്കും, ഒരു ലേശം ശരാബി മിലേക എന്ന് ചോദിക്കും. അപ്പൊ അവര് അയ്യോ ഇവിടെ കിട്ടില്ല എന്ന് പറയും. കാരണം ആരുടെയെങ്കിലും കയ്യിൽ മദ്യം ഉണ്ടായാൽ അല്ലെങ്കിൽ ആരെങ്കിലും മദ്യപിച്ച് ലക്കില്ലാതെ നിന്നാൽ പോലീസ് പിടിച്ചോണ്ട് പോകും. കാരണം അവിടുത്തെ മദ്യ നിരോധനത്തിന്റെ ചുമതല ആഭ്യന്തര വകുപ്പിനാണ്, പോലീസിനാണ്. അപ്പൊ മദ്യമാണ് കഴിച്ചത്, മറ്റു ലഹരി വസ്തുവാണ് കഴിച്ചതെന്നൊന്നും പോലീസുകാർക്ക് അറിയേണ്ട കാര്യമില്ല. ലക്ക് കെട്ട് നിൽക്കണ കണ്ടാൽ
കൈയോടെ പൊക്കും. അതുകൊണ്ട് ഒരാളും അത് ഉപയോഗിക്കില്ല. ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ മദ്യം വേണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, അയ്യോ അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അന്ന് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകാന്ന് പറഞ്ഞു. അല്ല, ഞങ്ങൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റുമോ നോക്കാം. രഹസ്യമായ സാധനം ഉണ്ടാവും. അത് ഏത് നിരോധനം വന്നാലും അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായിരുന്നൊക്കെ വരാം. അതുപോലെ അവിടെ ഉണ്ട്, സാധനമൊക്കെ കിട്ടിയെന്നൊക്കെ വരാം. പക്ഷെ അത് ഇവിടെ പറയുന്ന പോലെ എല്ലാ ഷോപ്പിലും കിട്ടുന്ന പറയുന്നതൊക്കെ തെറ്റാണ്, ശരിയല്ല. അങ്ങനെ ഷോപ്പിലും കിട്ടില്ല, പോലീസ് അറസ്റ്റ് കൊണ്ടുപോകും. ഇപ്പോൾ ഞങ്ങളൊരു സർക്കാർ ഓഫീസിൽ വന്നപ്പോൾ അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർ പറഞ്ഞു, ഞങ്ങൾ വർഷം തോറും 20,000 കോടി നഷ്ടപ്പെടുത്തിയിട്ടാണ് മദ്യ നിരോധനം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, നിങ്ങൾ 20,000 കോടി രൂപ നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നത് ശരിയല്ല. നിങ്ങൾ മദ്യക്കച്ചവടം നടത്തിയിരുന്നെങ്കിൽ ഇതിന്റെ എത്രയോ ഇരട്ടി മദ്യം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവിടെ തുടങ്ങിയ കാര്യങ്ങൾ ചെലവഴിക്കേണ്ടി വരും. അപ്പൊ ഇത് പറയാൻ അവിടെ സംഘടനയില്ല. സർക്കാർ വൻ നഷ്ടം സഹിച്ചിട്ടാണ് നിരോധനം നടപ്പാക്കണമെന്ന് ഒരു ചിന്ത വന്നാൽ എന്തിനാ നഷ്ടം വഹിക്കണേ, നമുക്ക് മദ്യ കച്ചവടം ചെയ്യാമെന്ന ഒരു തോന്നലുണ്ടാവും. അത് തകർന്ന് തരിപ്പണായി പോകും മദ്യ നിരോധനം. അത് വരാതിരിക്കാൻ ഞങ്ങൾ അതിനൊരു പാഠം പഠിച്ചത്, മദ്യ നിരോധനം വന്നു കഴിഞ്ഞാലും ഈ മദ്യവിമോചന മഹാസഖ്യം നിലനിൽക്കണം, തുടരണം, വിജിലന്റ് ആയിട്ടിരിക്കണം അപ്പോഴാണ്. കാരണം മദ്യം നിരോധിച്ചാൽ മദ്യ വിൽപ്പനയിലൂടെ പണം ഉണ്ടാക്കിയിരുന്ന മദ്യലോബി അന്നു മുതൽ കൂടുതൽ ശക്തിയിൽ ഇത് പൊളിക്കാൻ വേണ്ടി ശ്രമിക്കും. മദ്യം നിരോധിക്കപ്പെട്ട അമേരിക്ക 100 വർഷം മുമ്പ് അവിടെ മദ്യം നിരോധിച്ചിരുന്നു. ദീർഘകാലത്തെ സമരത്തിന്റെ അവസാനമാണ് ഭരണഘടന ഭേദഗതി വരുത്തിക്കൊണ്ട് അമേരിക്കയിൽ മദ്യ നിരോധനം വന്നത്. പക്ഷെ 4 കൊല്ലത്തിൽ കൂടുതൽ നിന്നില്ല. എന്താ കാരണം? അതിനുശേഷം വന്ന സർക്കാർ അത് മാറ്റാൻ കാരണം എന്താണെന്ന് അറിയോ? മദ്യം നിരോധിക്കപ്പെട്ടപ്പോൾ അതുവരെ സമരം ചെയ്ത ആളുകൾ ഞങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞു, ഇനി സർക്കാർ നോക്കും എന്ന് വെച്ച് പോയി. ഈ സമയം മുതൽ മദ്യ ലോബി അവിടെ രംഗത്തിറങ്ങി. അവർ വലിയ സാഹിത്യകാരന്മാരെ കയ്യിലെടുത്തു, സിനിമകള്, നോവലുകൾ ഇതൊക്കെ എടുത്തിട്ട് മദ്യം കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ടുകളെ പർവ്വതീകരിച്ച് പ്രചരിപ്പിച്ചു. പല ആളുകളെയും പല സ്ഥലങ്ങളിലും അവർ വിഷമദ്യം കൊടുത്ത ആളുകളെ കൊന്നു. മരണങ്ങളുടെ എണ്ണം കൂടെ ഇപ്പൊ ഈ നിരോധിക്കാൻ പറഞ്ഞ ആളുകൾ തന്നെ ഇത് നിരോധനം ഭയങ്കര അപകടം, ഇത് എടുത്തു മാറ്റണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. അതെന്തുകൊണ്ടാണ്? മദ്യ നിരോധനത്തിന് വേണ്ടി വാദിച്ച ആളുകൾ അവിടെ ഇല്ലാതെ പോയതാണ്. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി മദ്യം നിരോധിക്കപ്പെട്ടതിന് ശേഷമാണ് നമ്മുടെ സമൂഹം, ഞങ്ങൾ മാത്രം എന്ന് പറയാൻ പറ്റില്ലല്ലോ, കേരളം മുഴുവൻ ഒപ്പുണ്ടാവണം. കേരളം മുഴുവൻ അതിനെതിരെ ശക്തമായി നിലനിൽക്കും. ഏതെങ്കിലും മന്ത്രിയുടെ ഭാഗത്ത് ഒരു അനാവശ്യ പ്രസ്താവന വരികയോ ഏതെങ്കിലും നേതാക്കൾ എന്തെങ്കിലും ഇതിനെതിരെ പറയുകയും ചെയ്താൽ കൂട്ടനെ ആഞ്ഞടിക്കാവുന്ന ഒരു ശക്തി കേരളത്തിൽ ഉണ്ടാവുക. പിന്നെ ബോധവൽക്കരണം, ഞങ്ങൾ കൊടുത്ത ആ പ്രോഗ്രാമിൽ ബോധവൽക്കരണത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോ ഈ മദ്യത്തിനെയും മറ്റ് ലഹരി വസ്തുക്കൾക്കെതിരെ ബോധവൽക്കരണം ഇല്ലാത്ത ഒരു സ്ഥലമുണ്ടോ കേരളത്തിൽ? ഫലം എന്താണ്? കൂടുകയാണോ കുറവാണ് ചെയ്യണം? ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് മറ്റ് ലഹരി വസ്തുക്കൾ കൂടിയിരിക്കുന്നു. മദ്യത്തിന്റെ കച്ചവടം, ഉപയോഗം കൂടിയിരിക്കുന്നു. എന്താ കാരണം? ഈ ബോധവൽക്കരണത്തിലുള്ള തെറ്റുകളാണ്. ഒരൊറ്റ വാക്കാണ് കേരളത്തിൽ ഈ ലഹരി വസ്തുക്കൾ പെരുകാണ്ടായ കാരണം. അതെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്ന കാര്യമുണ്ട്, അടിമ. മദ്യത്തിനും ലഹരി വസ്തുവിനും അടിമയായ ഒരാള് അപ്പനെ കൊന്നും അച്ഛനെ കൊന്നും. കേൾക്കുന്ന ആൾക്കാരും വിചാരിക്കുന്നത്, പ്രത്യേകിച്ച് കുട്ടികൾ, അടിമയാവരുത്, അടിമയാവാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി എന്ന് വിചാരിക്കുകയാണ്. അതായത് അവന്റെ സ്റ്റാർട്ടിങ്ങിന് കാരണം ഈ പ്രയോഗമാണ്, അല്ലെങ്കിൽ അവന്റെ തുടർച്ചയുടെ കാര്യം. അങ്ങനെ ഏത് മദ്യപാനിയും അത് തുടരുന്നതിന് കാരണം ഞാൻ ഒരു അടിമയല്ല എന്ന ധാരണയിലാണ്. പക്ഷെ എപ്പോഴാണ് അടിമയാവുന്നത്? സമൂഹം മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. ജീവിതത്തിൽ ആദ്യത്തെ ഉപയോഗമാണ് ഒരാൾ അതിന്റെ അടിമയാക്കുന്നത്. അതുകൊണ്ടാണ് അവൻ രണ്ടാമത്തെ കഴിച്ചത്, അതുകൊണ്ടാണ് മൂന്നാമത്തെ കഴിച്ചത്. ഓരോ പ്രാവശ്യം കഴിക്കുമ്പോഴും അവന്റെ ഈ രോഗം, അടിമ എന്ന് പറയുന്ന രോഗം മൂർച്ഛിക്കുകയാണ്. മൂർച്ഛിച്ച ആളെ കാണുമ്പോഴാണ് നമ്മൾ പറയാ അവൻ അടിമ. അപ്പൊ അതുപോലെ അവരുന്നാണോ അവനെ കുടിയന്മാരും വിചാരിക്കുന്നത്. അപ്പൊ പുതിയതായി കുടിയുന്ന ആൾക്കാർ വിചാരിക്കുന്നത് എന്താ? കുടിക്കാൻ വല്ലപ്പോഴൊക്കെ, അടിമയാവരുത്. അപ്പൊ അവൻ സ്റ്റാർട്ട് ചെയ്തു. തുടക്കം ഇതാണ്, ഈ വാക്കാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ലഹരി വസ്തുവുമായി ബന്ധപ്പെടുത്തി അടിമ എന്ന വാക്ക് ഉപയോഗിക്കരുത്. കെണിയിൽപ്പെട്ടുന്നോ പിടിയിൽപ്പെട്ടുന്നോ അങ്ങനെയൊക്കെ പറയാൻ പാടുള്ളൂ. അടിമ എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. ഇത് സകല മദ്യവിരുദ്ധർക്കും വേണ്ടി ഞാൻ ഇത് വാക്ക് പറയുന്നത്. കാരണം ഇവിടുത്തെ മദ്യത്തിനെതിരെ പറയുന്ന ആൾക്കാരാണ് പുതിയ മദ്യപാനികളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മദ്യവിമോചന സമിതികൾ കേരളത്തിൽ തന്നെ ഉണ്ട്. അവരായിട്ട് എങ്ങനെയാണ് ഇടപഴകുന്നത്? അതൊരു ചോദ്യമാണ്. ആളുകൾക്കൊക്കെ സംശയമുള്ള ഒരുപാട് സംഘടനകളുണ്ട്. അപ്പൊ നിങ്ങൾക്കൊക്കെ എല്ലാവരും കൂടി ഒന്നായി പ്രവർത്തിച്ചുകൂടെ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. ഞങ്ങള് ഇവിടെയുള്ള മുഴുവൻ സംഘടനകളെയും കുറിച്ച് പഠിച്ചപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയത്തിനോടൊപ്പം നിൽക്കുന്ന സംഘടനകളെ ഞങ്ങൾ കാണുന്നില്ല. ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ. ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് സംഘടന മഹാസംഭവമാണ് എന്ന് വെച്ചാൽ പ്രവർത്തിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ 50 കൊല്ലം, 45 കൊല്ലം, 47 കൊല്ലമൊക്കെ പ്രവർത്തിച്ചിട്ടും കേരളത്തിൽ ഈ സാധനം കൂടി വരുന്നുള്ളൂ. അപ്പോ നമ്മുടെ ബോധവൽക്കരണം ശരിയല്ല, നമ്മുടെ പ്രവർത്തനം ശരിയല്ല. ഇതൊക്കെ കണ്ട് മടുത്തിട്ടാണ് ഞങ്ങൾ കുറെ ആൾക്കാർ കൂടിയിട്ട് ഇങ്ങനൊരു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാന്ന് വെച്ചത്. അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ട്, കേരളത്തിൽ എല്ലാ മദ്യവിരുദ്ധ സംഘടനകളും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കട്ടെ. ഞങ്ങളാൽ കഴിയാവുന്ന ഏത് സഹായം ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ഇപ്പൊ ഒരു ആലപ്പുഴ കളക്ടറേറ്റിന്റെ അവിടെ സമരം നടക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അവരോട് പറയും, ഞങ്ങൾ കുറെ ആൾക്കാർ നിങ്ങളുടെ അവിടേക്ക് വരാന്ന് പറഞ്ഞു. അവിടുന്ന് എന്നെ ഒരാൾ വിളിച്ചു, അതിന്റെ കൺവീനറാന്ന് പറഞ്ഞത്.
ആള് വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ ആരും ഇവിടെ വരണ്ട, ഞങ്ങളിവിടെ ചെയ്തോളാം. അതായത് നമ്മൾ അവിടെ ചെന്നിട്ട് അവരുടെ പേരിന്റെ കെയർ ഓഫിൽ നമ്മൾ ഷൈൻ ചെയ്യാൻ വേണ്ടി വരുന്ന അവർ വിചാരിച്ചിരിക്കണം. ഞങ്ങളുടെ മനോഭാവം അങ്ങനെയല്ല. എല്ലാ ആൾക്കാരും സമരം ചെയ്തിട്ട് എല്ലാ ആളുകളും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. കേരളത്തിൽ ഒരു മദ്യവിരുദ്ധ തരംഗം ശക്തിയായിട്ടുണ്ടാവണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ അതിന് മുഴുവൻ ഇപ്പോ 2 സംഘടനകളുടെ ഇവിടെ തൃശ്ശൂരിൽ സംഗമിച്ച് ഒന്നായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ആ 2 സംഘടനയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ആ 2 സംഘടന കൂടി ചേർന്ന് തൃശ്ശൂരിൽ വന്ന് സമ്മേളിക്കേണ്ട കാര്യമില്ല. 2ന്റെയും പ്രസിഡന്റുമാര് കോഴിക്കോട്ടുകാരാ. അവർക്ക് അവിടെ ചെയ്താൽ മതി. ഇവിടെ വന്ന് സംഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിൽ ബിഷപ്പ് വന്നില്ലായിരുന്നു. മാവേലിക്കലുള്ള ബിഷപ്പാണ് അതിലേക്ക് വന്നത്. ഇവിടെ തൃശ്ശൂരിൽ വന്ന് സംഗമിക്കുക എന്ന് പറയുന്നത് തൃശ്ശൂരിലാണ് മദ്യവിമോചന മഹാസഖ്യത്തിന്റെ ഒരുപാട് പണികൾ നടക്കുന്നത്. അപ്പൊ ഒരുതരം മത്സരം ഉണ്ടാവുകയാണ്. നമ്മൾ അങ്ങനെ ആയിരിക്കരുത് സംഘടനാ പ്രവർത്തനം. നമ്മൾ മറ്റൊരു സംഘടനയോട് മത്സരിക്കുക, അവരെക്കാളും നന്നായി നമ്മൾ ചെയ്യുക, അങ്ങനെ ആവരുത്. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം സർക്കാരിനെതിരാവണം. അങ്ങനെ മദ്യവിരുദ്ധ സമിതികൾ തമ്മിലൊരു മത്സരം ഉണ്ടാവരുത്. അതിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ എല്ലാവരോടും സഹകരിക്കുന്ന ആളുകളാണ്. ഞങ്ങൾ ഇതിന്റെ അജണ്ട തയ്യാറാക്കുമ്പോൾ, അതായത് ഈ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലേക്ക് ഞങ്ങൾ കുറെ നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ അത് ഞങ്ങൾ മാത്രം ആലോചിച്ചുണ്ടാക്കിയതാണ്. അവരുടെ ആരുടെയും അതിന് സഹായമില്ല, അവരാരും ഞങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആലോചിച്ച് കണ്ടെത്തിയ സാധനം ഞങ്ങൾ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഈ അടിമ എന്നുള്ള വാക്ക് വേറെ ഒരു സംഘടന പറയാൻ നിങ്ങൾ കേൾക്കില്ല. അടിമ എന്ന വാക്ക് ഉപയോഗിക്കരുത് ഞങ്ങൾ കണ്ടെത്തിയതാണ്. ഇത് അവരോട് പറഞ്ഞാൽ അവർ ഉടനെ സമ്മതിക്കുമോ? അതിനെന്ത് കുഴപ്പം ചോദിക്കും. അപ്പൊ ഞാൻ അവരോട് തല്ലിവിടാൻ നിൽക്കണം? ഞാനില്ല. ഞങ്ങൾ കണ്ടെത്തിയത് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയും. നിങ്ങൾക്കത് ബോധ്യപ്പെടാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അതല്ല ഞങ്ങൾ പണ്ട് പറഞ്ഞതന്നെ പിടിച്ചു നിൽക്കണമെങ്കിൽ പിടിച്ചു നിൽക്കാം. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രകടന പത്രിക തയ്യാറാക്കിയപ്പോൾ വേറെ ആരും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളിത് മാസങ്ങളെടുത്ത് ചർച്ച ചെയ്തുണ്ടാക്കിയതാണ്. ഗുജറാത്തിൽ പോയി പഠിച്ചു എന്നൊക്കെ പറഞ്ഞ തമാശയല്ല. 7 ദിവസം ചെലവഴിച്ചിട്ട് പോയി പഠിച്ചത്, ജോലിക്ക് മാറ്റി വെച്ചിട്ട് പോയത്. അപ്പൊ പണം ചെലവാക്കി കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. അത് മര്യാദയ്ക്കൊന്ന് വായിച്ചാൽ ഏതാൾക്കും മനസ്സിലാവും. മര്യാദയ്ക്ക് വായിക്കുകയാണെങ്കിൽ അതെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ മദ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകൾ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ ശക്തമാണോ? അതൊരു പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ്? അതൊരു പ്രസക്തമായ ഒരു ചോദ്യമാണ്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം സംഘടനകൾ ഉണ്ടായിട്ടും കേരളത്തിന്റെ സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നു, താഴേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി സംഘടനകളെ പരിശോധിച്ചാൽ ഈ 50 കൊല്ലം പ്രവർത്തിച്ച സംഘടനകൾ അതിന്റെ സ്ഥിതി എന്താണ്? എത്ര ജില്ലകളിൽ കമ്മിറ്റി ഉണ്ട്? ഒരു സംസ്ഥാന കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അവർ എത്ര പേര് അതിൽ പ്രവർത്തിക്കുന്നവരുണ്ട്? ഞാനിത് രണ്ടിലും, ഈ പ്രധാനപ്പെട്ട 2 സംഘടനയിലും പ്രവർത്തിച്ച ആളാണ്. നേരെ ചുവ പ്രവർത്തിക്കുന്ന, പഠിക്കുന്ന, പറയുന്ന ആളുകളില്ല. അവരുടെയൊക്കെ വിചാരം ഒരു ഭയങ്കര സംഭവങ്ങളാണെന്നാണ്. പക്ഷെ ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കി എന്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. അത് കൃത്യമായി മനസ്സിലാക്കി അതിനെതിരെ നീങ്ങാനും സംഘടന ശക്തിപ്പെടുത്താനും കഴിയുന്ന ആരുമില്ല. സംഘടന ഉണ്ടോ? കുറെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാര്, 10-20 വൈസ് പ്രസിഡന്റുമാര്, ഒരു ജനറൽ സെക്രട്ടറി, 10-20 സെക്രട്ടറിമാര്, ട്രഷറർ, പിന്നെ കുറെ കമ്മിറ്റി അംഗങ്ങൾ. ഇവരെത്ര പേര് നാട്ടിലിറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്? എത്ര പേർക്ക് പ്രവർത്തനങ്ങൾ അറിയാം? ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ അങ്ങോട്ടും ചോദിച്ചു നോക്കി, എത്ര പേര് ഉത്തരം പറയും? വെൽ സ്റ്റഡീഡായി ഇത് നാട്ടിൽ നിന്ന് പോകണം, ഈ നാട് രക്ഷിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടാവും എന്ന് അന്വേഷിച്ചാൽ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരു സംഘടനയും ശക്തമല്ല. ഇപ്പൊ എന്തിനാ രണ്ടും യോജിച്ചത്? എന്താ കാരണം? എനിക്കറിയാം, പറ്റുന്നില്ല. ആരുടെയും തലയിൽ വെച്ച് രക്ഷപ്പെടണം. അപ്പോൾ ഒന്ന് യോജിക്കുന്നു, നിവൃത്തിയിലാണ്ടാണ്. മദ്യനിരോധനം എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും വിപ്ലവകരമായ സംഘടനയാണ്. കാരണം വളരെ ഈസി അല്ല. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണ കിട്ടുന്നതല്ല, അറിവില്ലായ്മ കൊണ്ടാണ്. ജനങ്ങളെ പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറല്ല. ഏത് മദ്യനിരോധന പ്രസ്ഥാനങ്ങൾ കഷ്ടപ്പെട്ട് പഠിപ്പിക്കണം, ജനങ്ങളെ ബോധവൽക്കരിക്കണം. ആ ജനങ്ങൾ ശരിയാണെന്ന് തോന്നും, ഇതാണ് സത്യം, ഇതിന്റെ ഒപ്പം നിൽക്കണം എന്ന് തോന്നും. ജനങ്ങളുടെ നോട്ടത്തിലുണ്ടായ അനുഭവം എന്താണ്? കഴിഞ്ഞ 50 വർഷത്തെ മദ്യനിരോധന പ്രവർത്തനം കൊണ്ട് ജനങ്ങൾക്കുണ്ടായ അനുഭവം ഇതൊന്നും ഒരിക്കലും നടക്കില്ല എന്നൊരു അനുഭവം ഉണ്ടായത്. അപ്പൊ നമ്മുടെ പ്രവർത്തനം നേരെ എതിർചേരിയിലേക്ക് പോയത്. അതുകൊണ്ട് ജനങ്ങളെ ശരിക്കും പഠിപ്പിക്കുക, മനസ്സിലാക്കുക, ജനങ്ങളെ മുഴുവൻ അണിനിരത്തുക, സംഘടനയിലേക്ക് നല്ല നല്ല ആളുകൾ വരാൻ അനുവദിക്കുക. കേരളത്തെ ലഹരി വിമുക്തമാക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന സംഘടനകൾ കേരളത്തിൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഈ ചോദ്യം അവിടെയാണ് പ്രസക്തമാകുന്നത്. അതായത് കേരളത്തിന്റെ സമ്പൂർണ്ണ വളർച്ച, പുരോഗതിയാണ് ലക്ഷ്യം. അതുകൊണ്ട് കേവലം മദ്യം നിരോധിക്കുക എന്ന് മാത്രമല്ല. അപ്പൊ അത്രയും ലക്ഷ്യമിട്ട് പ്ലാൻ ചെയ്തു പോകുന്ന ഒരു സംഘടനയാണ് മദ്യവിമോചന മഹാസഖ്യം. ഞങ്ങളുടെ മെമ്പർഷിപ്പിന്റെ സമയമാണ്. ഈ കൊല്ലം ധാരാളം മെമ്പർമാരുണ്ടാവില്ല. കഴിഞ്ഞ മെയ് മാസത്തിൽ ഉണ്ടായുള്ള സംഘടന. ആ മെയ് മാസത്തിൽ ഉണ്ടായിട്ടത് ഇപ്പോൾ ഈ ഫെബ്രുവരി വരയ്ക്ക് ഉള്ള കാലഘട്ടത്തിന്റെ ഉള്ളിൽ ഈ മദ്യനിരോധന സമിതികൾ ഒരു 10-15 കൊല്ലം പണിയെടുത്തതിന്റെ അത്രയൊക്കെ കൂടുതൽ പണികൾ ഞങ്ങൾ എടുത്തു കഴിഞ്ഞു. ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾ അത്രയധികം ആളുകളിലേക്ക് പ്രവർത്തനങ്ങൾ നടത്തി. സംസ്ഥാന വാഹന ജാഥ നടത്തി, ക്യാമ്പ് നടത്തി, ദണ്ഡിയിൽ പോയി കടൽ വെള്ളം കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് കുറുക്കി ഉപ്പുണ്ടാക്കി. കാരണം ഉപ്പ് സത്യാഗ്രഹം പോലെയാണ് ഈ മദ്യനിരോധന സമരം എന്നുള്ള നിലയ്ക്ക്.
ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നടത്തി. ഞങ്ങൾക്ക് അങ്ങനെ വലിയ സാമ്പത്തിക അറിയാലോ, മദ്യനിരോധന സമിതിക്ക് ധാരാളം പൈസ കിട്ടില്ല. ഞങ്ങൾ ഓരോരുത്തരും കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ആളുകൾ സ്വീകാര്യതയുള്ളൊരു പ്രസ്ഥാനമല്ല. വരുമ്പോ മദ്യനിരോധനമാണോ നന്നായിരിക്കും പറയില്ലേ, മദ്യനിരോധന നടക്കില്ല എന്ന് പറയലാണ് ആളുകൾ. അവരെ തിരുത്തി അവരെ പഠിപ്പിച്ച് മാറ്റിയെടുക്കണം. ഞാനിപ്പോ ഈ താടിയും മുടിയൊക്കെ ഉള്ളത് കേരളത്തിൽ മദ്യനിരോധന നിയമം വന്നിട്ട് ഇനി മുടി വെട്ടുള്ളൂ താടി പഠിക്കുള്ളൂ എന്നുള്ള പ്രതിജ്ഞയാണ്. കഴിഞ്ഞ വർഷം ജനുവരി 30 ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിന്റെ തലേ ദിവസം തൃശൂർ തെക്കേ ഗോപുരനടയിൽ പരസ്യമായി തല മുണ്ടനം ചെയ്തതാണ്. അന്ന് പ്രഖ്യാപിച്ചതാണ്, ഉഗ്ര ശപഥമെടുത്താണ്, കേരളത്തിൽ മദ്യനിരോധന നിയമം വന്നിട്ട് ഇനി മുടി വെട്ടുള്ളൂ താടി പഠിക്കുള്ളൂ എന്നുള്ളത്. ഇത് കാണുമ്പോൾ ആൾക്കാർ പറയുന്നത് ഇതൊന്നും വരില്ല ജോസഫേട്ടാ, താടി നീണ്ടു പോളൂ എന്നൊക്കെ പറയും. പക്ഷെ കടുത്ത നിലപാട് സ്വീകരിച്ചാലേ ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ജനങ്ങൾക്കൊരു വിശ്വാസം വരണം. ഇവര് രണ്ടും കൽപ്പിച്ചിറങ്ങിയ ആളുകളാണെന്ന് ജനങ്ങൾക്ക് തോന്നണം. ഇപ്പോഴുള്ള ആളുകൾ കാണുമ്പോൾ അങ്ങനെ തോന്നലില്ല. ഞാൻ കുറെ സംഘടനകളുണ്ട്, ഒന്നിന്റെ ഭാരവാഹിയല്ല. എനിക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ, കേരളത്തിൽ മദ്യനിരോധനം വരണം. അപ്പൊ അത് ജനങ്ങൾക്കൊരു ബോധ്യപ്പെടുത്തലാണ്. ഇവര് ഇതിനു വേണ്ടി ഇറങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾ അകന്നു പോകാൻ ഉദ്ദേശിക്കുന്നില്ല, ഈ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കും. അപ്പൊ ഞങ്ങൾ വളരെ സ്ട്രോങ് ആണ്. ഞങ്ങൾ പറയുന്നത് ഇതിന്റെ ഭാരവാഹിയായ ആളുകൾ ഇനി ആയതിനു ശേഷം പുതിയ ഭാരവാഹിത്വം എടുക്കരുത്. പക്ഷെ ആളുകൾക്ക് അത് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. ഇന്നലെ നാളെ മനസ്സിലാവും. ശരിയായ പ്രവർത്തനങ്ങൾ വരുമ്പോൾ ജനം ഇത് മനസ്സിലാക്കും, ഇതിന്റെ ഒപ്പം ഉണ്ടായിരിക്കും. നമ്മുടെ ജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ ഒരു സന്ദേശം എന്താണ് കൊടുക്കാനുള്ളത്? ജനങ്ങൾക്ക് ഈ സംഘടന വഴി ഒരു സന്ദേശം കൊടുക്കാനുള്ളത്, ഇത് നമ്മുടെ കേരളമാണ്. ഈ കേരളം വളരേണ്ടത് നമ്മുടെ ആവശ്യമാണ്, ഭരിക്കുന്ന ആൾക്കാരുടെ ആവശ്യമല്ല. ഇത് നമ്മളെന്ത് ചെയ്യണത്, ഭരണക്കാരങ്ങളെ ഏൽപ്പിച്ചു, പിന്നെ അവർ നോക്കിയിട്ട് നിൽക്കുകയാണ്. അല്ല, നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ മക്കൾക്ക് തലമുറകൾക്ക് ജീവിക്കാനുള്ള കേരളമാണ്. നമ്മുടെ കുട്ടികൾ നല്ല നിലയിൽ ജീവിക്കാനുള്ള ഈ സ്ഥലം നശിപ്പിക്കാൻ കൊടുക്കരുത്. എനിക്ക് സന്ദേശത്തിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മക്കളെ ഈ മദ്യവിരുദ്ധ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിക്കുക. ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ട്, 400 പേജുള്ള ഒരു നോവല്. ഡോക്ടർ SK വസന്തനാണ് അതിന് ആമുഖം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഗ്രീൻ ബുക്സ് ആണ് അത് പ്രസിദ്ധീകരിച്ചത്. നോവൽ സമർപ്പിച്ചിരിക്കുന്നത് പൂർവ്വകാല മദ്യനിരോധന പ്രവർത്തകർക്കാണ്. അന്നത്തെ, അതായത് പ്രൊഫസർ MP മനബദൻ, G കുമാരപിള്ള, IM വേലായുധ മാഷ് തുടങ്ങിയുള്ള കുറേ നല്ല മനുഷ്യന്മാരുണ്ടായിരുന്നു. അവരുടെ കാലത്താണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട എന്താണ്, നമ്മുടെ മക്കളെ ചെറുപ്പത്തിൽ തന്നെ ഈ പൊതുരംഗത്തേക്ക് കൊണ്ടുവരിക. പ്രത്യേകിച്ച് ഈ മദ്യനിരോധനം പോലെയുള്ള എന്തായാലും കൊള്ളസംഘമല്ലല്ലോ, മദ്യത്തിനെതിരല്ലേ, നല്ല കാര്യമാണല്ലോ. അതിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒന്ന് അവർ സ്വയം രക്ഷിക്കപ്പെടും. നീ അത് പോരാ, നീ മറ്റുള്ളവരുടെ കാര്യങ്ങളും രക്ഷിക്കണം, പൊതുകാര്യങ്ങളിലും ഇടപെടണം, നന്മയുടെ പക്ഷത്ത് നിൽക്കണം. ഞാൻ അന്ന് ചെറുപ്പത്തിൽ നിന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ സ്നേഹിതന്മാര് ഇത് കുടിക്ക് ജോസഫ്, ലാശം കുടിച്ചോണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കുടിക്കാതെ നിൽക്കുന്നവനാണ് ഗട്സ് ഉള്ളവനും അന്തസ്സുള്ളവനും. കുടിച്ചവൻ വീണുപോയവനാണ്. ആ വീണതിലേക്ക്, ആ കുഴിയിലേക്ക് നമ്മൾ വലിക്കലാണത്. അതിൽ പെട്ടുപോകരുത് എന്നാണ് ഒരു സന്ദേശമായിട്ട് എനിക്ക് സാന്ദർഭികമായിട്ട് വന്നതാണ് സന്ദേശത്തിൽ പറയുന്നത്. കേരളത്തിന്റെ സമഗ്ര പുരോഗതിക്ക് വേണ്ടിയിട്ട് സാറ് പ്രവർത്തിക്കുന്നത് നല്ല കാര്യമാണ്. ഇനി ആൾക്കാർ വരണം സംഘടനയിലേക്ക്, മദ്യം നിരോധിക്കപ്പെടണം. അത് വേഗം തന്നെ ആവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് സാറിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്. സാറിന്റെ സംഘടനയായ മദ്യവിമോചന മഹാസഖ്യത്തിൽ സാറിനോടൊപ്പം ചേർന്ന് മദ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മൾ അടിയിൽ നമ്പർ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ സാറിന്റെ സംഘടനയിൽ ചേർന്നുകൊണ്ട് മദ്യം ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളിൽ നിന്ന് പുതുതലമുറയെ കേരളത്തിൽ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ അംഗത്വം ഒരിക്കലും നന്ദി പറയുന്നു. ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതിലും നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.